ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ലക്ഷ്മീസ് ക്രിയേറ്റീവ് എറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിനിയൻ ബോട്ടിൽ ആർട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. പിന്നെ സ്പെഷ്യലായിട്ട് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വലിയ ആളുകൾക്ക് ഇപ്പോൾ ഈ ഒരു മിനിയനെ വരച്ചെടുക്കാനായിട്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്ക് ഒരു എന്താ പറയുക, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ, അതാണ് ഇന്നത്തെ ഈ ബോട്ടിൽ ആർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ഒരു വൈറ്റ് കളറിലെ പെയിന്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബേസ് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതിന്റെ ബോട്ടം സൈഡിലായിട്ട് ഇതേപോലെ ബ്ലൂ കളർ പെയിന്റ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിനിയൻസിന്റെ ഡ്രസ് കോഡ് എപ്പോഴും ഇങ്ങനെ ഒരു ബ്ലൂ കളറിലെ ജംപ് സ്യൂട്ട് മോഡൽ ഡ്രസ്സാണ്. സോ അതിനായിട്ട് കണ്ടോ, ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇതേപോലെ ബ്ലൂ കളറിലെ പെയിന്റ് എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഡാബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബോട്ടം സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൂ കളറിലെ പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലൂ കളറിലെ പെയിന്റ് ഉപയോഗിച്ചിട്ട് തന്നെ ജസ്റ്റ് ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ നമ്മുടെ ആ ബോട്ടം സൈഡിൽ പെയിന്റ് ചെയ്തതിന് മുകളിലായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം. ദെൻ അതും ബ്ലൂ കളർ വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ആ ഒരു റെക്റ്റാങ്കിളിന്റെ എഡ്ജിൽ നിന്ന് ഇതേപോലെ സ്ട്രൈപ്സ് വരച്ചു കൊടുക്കാം. നമ്മുടെ മിനിയന്റെ ഡ്രസ്സിന്റെ സ്ട്രൈപ്പ് ഇതേപോലെ രണ്ട് എഡ്ജിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ട്രൈപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കുപ്പിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാനും യെല്ലോ കളറിലെ പെയിന്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വരും ദിവസങ്ങളിൽ വേറെയും നല്ല നല്ല ബോട്ടിൽ ആർട്ടും ക്രാഫ്റ്റ് ഒക്കെ ആയിട്ട് ഞാൻ ഈ ചാനലിലൂടെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ജസ്റ്റ് കാണണം എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ചാനലായ മലയാളി വുമൻസ് എറ എന്ന് പറഞ്ഞ ചാനൽ കൂടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ യെല്ലോ കളർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിനി മിനിയന്റെ കണ്ണൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഉണ്ട കണ്ണാണ് മിനിയനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ 2 സർക്കിള് ഇതേപോലെ ഇവിടെ വരച്ചു കൊടുക്കാം. പിന്നെ ഒരു സ്പെക്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വീതിയുള്ള ഫ്രെയിമിന്റെ സ്പെക്സ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് വീതിയിൽ തന്നെ ഇതേപോലെ ഒരു ഫ്രെയിമും വരച്ചു കൊടുക്കാം. ഇനി ചുണ്ട്. അപ്പൊ ഞാനൊരു ഒരു സ്മൈലിംഗ് ഫേസ് ആയിട്ടാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതേ ആ വായ്ഭാഗം ഇങ്ങനെ വരച്ചിട്ട് നടുക്കൊരു റെഡ് കളറിലെ പെയിന്റ് കൊണ്ട് ഫില്ല് ചെയ്യാന്നാണ് ഞാൻ കരുതുന്നത്. ഇനി നമുക്ക് ആ കണ്ണിന്റെ ഫ്രെയിമിന്റെ ജസ്റ്റ് ആ ഒരു കാലും അതേപോലെ തന്നെ കണ്ണിലൊരു കൃഷ്ണമണിയും കൂടി വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിയന്റെ ഫേസ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം ജസ്റ്റ് അതൊക്കെ ഒന്ന് കളർ ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നെക്സ്റ്റ് ഇനി ആ സ്പെക്സിന്റെ ഫ്രെയിമിനൊരു ലൈറ്റ് ആഷ് കളറാണ്. അപ്പോൾ നമുക്ക് ആ ഫ്രെയിമിന്റെ ഭാഗത്തേക്ക് ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ആഷ് കളറിൽ ഇങ്ങനെ പെയിന്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇനി നമുക്ക് കൺപോളകൾക്ക് ഒരു വൈറ്റ് ഷെയ്ഡും അതിനുശേഷം ചുണ്ടിനൊരു റെഡ് കളർ കൂടി ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മിനിയന്റെ ബോട്ടിൽ ആർട്ട് ഫിനിഷ് ചെയ്യാം. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് വാർണിഷ് കൂടി അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വാർണിഷൊക്കെ അടിച്ചു കൊടുത്തു. മിനിയൻ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഒപ്പം തന്നെ തുടർന്നും ഇതേപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. കൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.